ഹലോ, നമ്മൾ ഇന്നും വീണ്ടും ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വന്നിരിക്കുകയാണ്. ഓണമൊക്കെ അല്ലേ, അപ്പൊ ഒരു പായസമൊക്കെ വേണ്ടേ? അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് പാലട പായസമാണ്. എല്ലാവരുടെയും ഫേവറേറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ചടപടയും തയ്യാറാക്കിയാലോ? ഇതുപോലെ നല്ലൊരു അടിപൊളി ആംബിയൻസ് സെറ്റ് ചെയ്ത് തന്നത് എൻ്റെ ഒരു ഫ്രണ്ട് ഗ്ലിൻഡി ആണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ബീഫും എല്ലിങ്കപ്പയ്ക്ക് എല്ലാം സെറ്റ് ചെയ്ത് തന്നത് ആഷ്മിയാണേ. നല്ല ചങ്ക് ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഹെൽപ്പൊക്കെ ഇടക്കിടക്ക് കിട്ടുന്നുണ്ട്. ഉരുളി വെച്ചു, അതിലേക്ക് ഒരു 150 ഗ്രാം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഇനി ഇത് നന്നായിട്ട് മെൽറ്റായി കാരമലൈസ് ആയി വരണം. അതിനുശേഷം ഞാൻ അതിലേക്ക് പാലിട്ട് കൊടുക്കുകയാണേ. ഇപ്പൊ ഇളക്കി കൊടുക്കുമ്പോൾ നല്ല കട്ടിയായിട്ട് ഇരിപ്പുണ്ട്, പക്ഷേ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നോർമലി നല്ല സോഫ്റ്റ് ആയിട്ട് വിട്ട് വരും. 2.5 ലിറ്റർ പാലും 1/2 ലിറ്റർ വെള്ളവും ചേർത്തിട്ട് ടോട്ടൽ 3 ലിറ്റർ ആണ് ഞാനിപ്പോ ഇട്ടിരിക്കുന്നത്. 300 ഗ്രാം ആണ് പാലടയുടെ അളവ്. നല്ല തിളച്ച വെള്ളത്തിൽ പാലട ചേർത്ത് 20 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം നന്നായിട്ട് പച്ചവെള്ളത്തിൽ കഴുകി അരിച്ചെടുത്തിട്ടാണ് ഇപ്പൊ ഞാൻ ഈ പാലിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ പാലിൽ കിടന്ന് നന്നായിട്ട് അട വെന്ത് നല്ലപോലെ കട്ടിയായി തിക്കായിട്ട് വരണം. ഒരു 20 മിനിറ്റ് എങ്കിലും തുറന്നു വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി വേവിച്ചിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 390 ml മിൽക്ക് മെയ്ഡ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ പഞ്ചസാര വളരെ കുറവാണ് എടുത്തത്. മിൽക്ക് മെയ്ഡ് ഇട്ട് ഉണ്ടാക്കുമ്പോൾ പായസത്തിനൊക്കെ വളരെ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു രുചിയും കിട്ടും. അപ്പൊ അതുകൊണ്ട് ഞാൻ പഞ്ചസാര കുറവെടുത്തിട്ട് മിൽക്ക് മെയ്ഡ് ആണ് കൂടുതൽ ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന്റെ പകുതി ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് ഏലക്ക പൊടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി തുറന്നു വെച്ച് ലോ ഫ്ലെയിമിൽ നല്ലപോലെ വറ്റിച്ചിട്ട് എടുക്കുന്നുണ്ട്. ഇതിലേക്ക് നല്ല നെയ്യില് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. 2 പാക്കറ്റാണ് ഞാനിവിടെ ഫ്രൈ ചെയ്ത് പായസത്തിലേക്ക് ചേർക്കുന്നത്. രാവിലെ തന്നെ ഷൂട്ടിന് വന്നിട്ടോ ഞങ്ങൾ എല്ലാവരും. പക്ഷെ 8 മണിയായി എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും നല്ല ചൂടുണ്ടായിരുന്നേ. ചൂടെന്ന് പറഞ്ഞാൽ ഇപ്പോ കാലാവസ്ഥ 8 മണിയാകുമ്പോ തന്നെ രാവിലെ നല്ല വെയിലാണ്. അപ്പൊ വെയിൽ കൊണ്ട് എല്ലാവരും നന്നായിട്ട് വാടിപ്പോയി. പക്ഷെ എന്നാലും നല്ല കൂട്ടുകാരല്ലേ, എല്ലാത്തിനും നല്ല ഫുൾ സപ്പോർട്ടാണ്. അവര് രാവിലെ തുടങ്ങി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും ഒന്നിച്ച് പായസമൊക്കെ റെഡിയാക്കി. നോക്കിയേ, ഇനിയിപ്പോ നമ്മുടെ പായസത്തിലേക്ക് കാഷ്നട്ടും കിസ്മിസും ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ പാലട പായസം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നോക്കിയേ, നല്ല കളറ്, നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി പാലട പായസം ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. സർവ് ചെയ്യാനായിട്ട് ബൗൾ എടുക്കാനൊക്കെ ഞാൻ മറന്നുപോയി. അതുകൊണ്ട് തൽക്കാലം ഗ്ലാസ്സിലാണ് എല്ലാവർക്കും കൊടുത്തത്. എല്ലാവരും നല്ല ഹാപ്പിയായി. എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമായി പാലട പായസം. ഞങ്ങൾ എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് കഴിച്ചു. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു റെസിപ്പിയുമായിട്ട് കാണാം. അതുവരേക്കും ടാറ്റാ.